നമ്മുടെ കേരളത്തിലെ കുംഭമേള ഉണ്ടായിട്ട് അത് കാണാൻ പോകണ്ടേ? അപ്പൊ ഇന്നത്തെ യാത്ര വേറെ എവിടേക്കുമല്ല, നീള ആരതി തൊഴാനാണ് കേട്ടോ. ഞങ്ങളുടെ ചെറിയ ഗ്രാമത്തിലെ ശിതികണ്ഠപുരം ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ യാത്ര. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒരു 12:30ക്കാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ഉണ്ട് കേട്ടോ, കുട്ടികളും വയസ്സായവരും ചെറുപ്പക്കാരും, പിന്നെ ഞങ്ങളെ പോലെയുള്ളവര്, ഈ വയസ്സായവരിലും ചെറുപ്പക്കാരിലും കൂട്ടാൻ പറ്റാത്തവര്. ഇതുപോലെ പല ജനറേഷൻ ആയിട്ടുള്ള ട്രിപ്പാണെങ്കിൽ പാട്ട് ഒരു വിഷയം തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പാട്ടാണെങ്കിൽ ഒന്നും പറയാനില്ല, ഏത് ജനറേഷനും ഒരുപോലെ ആസ്വദിക്കുന്നുണ്ട്. ഏകദേശം 3:30-4 കൂടി തവന്നൂർ ശിവക്ഷേത്രത്തിന്റെ അടുത്തെത്തിട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നിള ആരതി തൊഴാൻ ഇരുകരയിലൂടെ വരാം, നാവാമുകുന്ദനെ തൊഴുത് പാലം കടന്നു വരാം. അതല്ലാച്ചാൽ ഞങ്ങൾ ചൂസ് ചെയ്ത പോലെ തവന്നൂർ മഹാദേവനെ തൊഴുത് ഒരു 300 മീറ്റർ നടന്ന് നിള ആരതിയുടെ അടുത്തെത്താം. അത് പറഞ്ഞപ്പോഴാ തവന്നൂര് മഹാദേവ ക്ഷേത്രം മാത്രമല്ല കേട്ടോ, തൊട്ടടുത്ത് ബ്രഹ്മദേവന്റെ അമ്പലമുണ്ട്. കൂടാതെ നല്ല അടിപൊളി ഭജന, വെള്ളം കുടിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം, അതുപോലെ അടിപൊളി ചായ കുടിക്കാനുള്ള സൗകര്യം, സ്നാക്സും കഴിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, ഏതാണ്ട് ബീച്ചിൽ പോയ അവസ്ഥയാണ് മണല് കണ്ടിട്ട്. എന്താ കവാട അങ്ങോട്ട് കണ്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് യജ്ഞവേദി എത്തിന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പാലത്തേക്കൂടെ ആകെ ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ തവന്നൂർ ഭാഗം ചൂസ് ചെയ്തത്. സ്നാനം ചെയ്യാൻ തിരക്കുണ്ടെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നാനം കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേഷം മാറാനായിട്ടുള്ള സെപ്പറേറ്റ് സൗകര്യങ്ങൾ അവിടെ അവൈലബിൾ. സ്നാനശേഷം മഹാമേരു ദർശനാണ്. ത്രിപുരസുന്ദരിയുടെ ഇടത് വലതും വരാഹി ദേവിയും മാതങ്കി ദേവി. ഈ മഹാമേരുവിന്റെ ത്രികോണാകൃതി കണ്ടപ്പോഴാണ് കേട്ടോ ഒരു കാര്യം അമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ക്ഷേത്രസ്ഥാനവും ത്രികോണാകൃതിയിൽ തന്നെയാണ്. അതിലെ കേന്ദ്ര ബിന്ദുവിലാണ് കേട്ടോ മഹാമേരു ത്രിപുരസുന്ദരിയുടെ മൂലസ്ഥാനം. ഇനിയാണ് ടാസ്ക്. ആരതി ദർശനത്തിന് ഒരുപാട് മുൻപ് തന്നെ സീറ്റ് പിടിച്ച അടുത്തുനിന്ന് കാണാം. സീറ്റ് എന്ന് പറയുന്നത് മണലിൽ സ്ഥാനം ഉറപ്പിക്കുക എന്നേ ഉള്ളൂ. ആരതിക്ക് മുൻപ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങൾ പോയ അന്ന് കളരിപ്പയറ്റും സോപാന സംഗീതമായിരുന്നു. ഈ ചേച്ചിയുടെ കാരുണ്യം കാരണം എനിക്ക് അടുത്തുനിന്ന് കാണാൻ സാധിച്ചു. ഈ കുട്ടി എന്താ ആരതി ഒന്നും കാണിക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു പോണേന്ന് വിചാരിക്കുന്നല്ലേ? അതെന്താണെന്നറിയോ, ഈ ശംഖിന്റെ നാദം തുടങ്ങി വിവിധ തരം ആരതികള്, ധൂപം കൊണ്ട്, ചന്ദനത്തിരി കൊണ്ട്, വിവിധ തരം വിളക്കുകൾ കൊണ്ടുള്ള ആരതി, പെഞ്ചാമരം, ആലവട്ടം, അങ്ങനെ വിവിധ തരം ആരതികള് വെറുതെ ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് പൂർണ്ണത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ മിനിറ്റിന്റെ ഷോർട്സ് ആയിട്ട് നമ്മൾ അടുത്തടുത്ത വീഡിയോസിലായിട്ട് കാണിക്കുന്നതായിരിക്കും. അതുപോലെ ആരതി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് തീർത്ഥവും പ്രസാദവും നൽകുന്നുണ്ട്. കൂടാതെ അമ്മൂസ് കെയറിന്റെ അന്നദാനവും നൽകുന്നുണ്ട്. നല്ല ചൂട് കഞ്ഞിയും പുഴുക്കും സാമ്പാറും ആയിരുന്നു. കൂടുതൽ ആരതിയുടെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.